ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2025 ചെന്നൈയിലേക്ക് കടത്തിയ സംഭവം മുൻ വർഷങ്ങളിലെ സ്വർണ്ണ കവർച്ച മറയ്ക്കാനാണെന്ന് സംശയിക്കുന്നതായി ഹൈക്കോടതി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി വേഗത്തിൽ നടത്താൻ PS പ്രശാന്ത് നിർദ്ദേശം നൽകിയതായും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലുണ്ട്. സ്വർണ്ണക്കൊള്ളയിലും ഗൂഢാലോചനയിലും ദേവസ്വം ബോർഡ് അധികൃതരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാനും ഉത്തരവിട്ടു. സ്മാർട്ട് ക്രിയേഷൻസിൽ 2019 നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് 40 വർഷത്തെ വാറന്റിയുണ്ട്. എന്നാൽ 2024 സ്വർണം മങ്ങി ചെമ്പ് പുറത്തു കാണുന്ന സ്ഥിതിയുണ്ടായി. തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനാൽ ഇത് മറയ്ക്കാനാണോ കോടതിയുടെ അനുമതിയില്ലാതെ 2025 സ്വർണ്ണപാളികൾ കൊണ്ടുപോയതെന്ന് സംശയമുണ്ട്. നേരത്തെ തന്നെ സംശയമുനയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് വീണ്ടും നൽകാൻ തീരുമാനിച്ചതിലും ദുരൂഹതയുണ്ട്. 30 കിലോ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് വ്യക്തതയുണ്ടായിട്ടും മഹസറിലുൾപ്പെടെ ചെമ്പ് എന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തി. സന്നിധാനത്തിന് പുറത്തേക്ക് ഇവ കൊണ്ടുപോകരുതെന്ന് തന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അവ അവഗണിക്കപ്പെട്ടു. സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വൈദഗ്ധ്യമില്ലെന്ന് ആദ്യം നിലപാടെടുത്ത തിരുവാഭരണം കമ്മീഷണർ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഇത് തിരുത്തി. പോറ്റിക്ക് പാളികൾ കൈമാറാൻ ബോർഡ് യോഗം തീരുമാനമെടുക്കുകയും ചെയ്തു. ഇപ്പറഞ്ഞ ഘടകങ്ങൾ അങ്ങേയറ്റം സംശയമുള്ളതും ദുരൂഹതയുണർത്തുന്നതുമാണ്. ഇതിനാൽ വൻ ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേരെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതരെ കണ്ടെത്തുകയും വേണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണമെന്നും SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിലവിലുള്ള ഹർജിയിൽ കക്ഷികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവരെ ഒഴിവാക്കി പുതിയ ഹർജി ഫയലിൽ സ്വീകരിക്കാനും ദേവസ്വം ബെഞ്ച് തീരുമാനിച്ചു. മീഡിയ 1 കൊച്ചി.